അൽഫല സർവകലാശാലയിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. കൂടുതൽ പോലീസ് സേനകൾ സർവകലാശാലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഭീകര സംഘത്തിലെ ഡോക്ടർമാരുടെ വിദ്യാർത്ഥികളെ വിശദമായി ചോദ്യം ചെയ്തേക്കും. ഒക്ടോബർ 29 വാങ്ങിയ ഹ്യുണ്ടായി i20 സൂക്ഷിച്ചിരുന്നത് അൽഫല സർവകലാശാലയിലാണ്. സർവകലാശാലയ്ക്ക് അകത്തെ പള്ളിയിൽ നിന്ന് മൗലവി ഇഷ്തിയാഖിനെ കസ്റ്റഡിയിലെടുത്ത് ജമ്മുവിലേക്ക് കൊണ്ടുപോയി. അർജുൻ പീതാംബരൻ ഫരീദാബാദിലുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ, സർവകലാശാലയിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? അന്വേഷണ സംഘം ആരൊക്കെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആര്യ, പ്രധാനമായിട്ടും ഫരീദാബാദ് പോലീസ് തന്നെയാണ് സർവകലാശാലയിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നത്. അവിടെ പരിശോധന തുടരുന്നുണ്ട്. ഞാനിപ്പോൾ അവിടെ നിന്നും ഒരു 4 കിലോമീറ്റർ മാറി മറ്റൊരിടത്തേക്ക് വന്നിരിക്കുകയാണ്. ഇത് ഫത്തേപൂർ താഗ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെയാണ് ഡോക്ടർ മുസമിൽ കഴിഞ്ഞ 2 മാസമായി വാടകയ്ക്കെടുത്ത് താമസിച്ചിരുന്ന ഒരു വീട് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് കഴിഞ്ഞ ആഴ്ച വലിയ തോതിൽ ജമ്മു കശ്മീർ പോലീസ് ഈ അമോണിയം നൈട്രേറ്റ് കണ്ടെടുത്തത്. നമുക്ക് ആ വീടിനകത്തേക്ക് പോകാം. ഇത് ആ വീടിന് അകവശമാണ്. ഇതിൻ്റെ ആദ്യം കയറുന്ന സമയത്തുള്ള മുറി, ഈ മുറിക്കകത്തേക്ക് വരുമ്പോൾ ഇവിടെ വലിയ തോതിൽ അമോണിയം നൈട്രേറ്റിൻ്റെ ശേഖരം ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് ജമ്മു കശ്മീർ പോലീസ് ഈ RDX അതുപോലെ IED ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ വൻതോതിൽ പിടിച്ചുകൊണ്ടുപോയത്. ഇവിടെയുള്ള ആളുകൾ അതുപോലെ തന്നെ ജമ്മു കശ്മീർ പോലീസിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം അനുസരിച്ച് 2600 കിലോ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന 350 കിലോ അല്ല, മറിച്ച് ആദ്യഘട്ടത്തിൽ ജമ്മു കശ്മീരിൽ നിന്നും പിടികൂടി എന്ന് സംശയിച്ചിരുന്ന 2600 കിലോ അമോണിയം നൈട്രേറ്റിൻ്റെ ശേഖരവും കണ്ടെത്തിയത് ഈ പറയുന്ന ഫത്തേപൂർ താഗ എന്ന് പറയുന്ന അൽഫല ആശുപത്രിക്ക്, ആ യൂണിവേഴ്സിറ്റിക്ക് തൊട്ടടുത്തുള്ള 4 കിലോമീറ്റർ മാത്രം ദൂരം മാറിയുള്ള ഈ വീട്ടിൽ നിന്നാണ്. ഇവിടെയാണ് കഴിഞ്ഞ 2 മാസക്കാലമായി മുസമിലിൻ്റെ മറ്റു സുഹൃത്തുക്കളും താമസിച്ചിരുന്നത്. ഇവർ സ്ഥിരമായി ഇവിടെ വന്നു പോയിരുന്നു. കഴിഞ്ഞ 9-ാം തീയതിയും 10-ാം തീയതിയുമായിട്ട് ജമ്മു കശ്മീർ പോലീസ് ഇവിടെ എത്തി വൻതോതിൽ റെയ്ഡുകൾ നടത്തിയിരുന്നു. ഇവിടുത്തെ അടുത്ത വീട്ടുകളിലടക്കം ചോദ്യം ചെയ്തിരുന്നു. എന്തായാലും അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പിന്നീട് കൂടുതൽ കാര്യങ്ങളിലേക്ക്, കൂടുതൽ കണ്ടെത്തലുകളിലേക്കും ഈ സംഘത്തെ തന്നെ പുൽവാമ ഫരീദാബാദ് ഭീകര സംഘത്തെ പിടികൂടുന്ന തലത്തിലേക്ക് അടക്കം കാര്യങ്ങൾ പോയത്. ഇതിനകത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സ്ഥലമൊന്നുമില്ല. കുറച്ചാളുകൾ, ഒരു 2-3 ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ നിൽക്കാൻ സാധിക്കുന്ന ഇടമാണ്. പക്ഷേ മുസമിലിൻ്റെ പല സുഹൃത്തുക്കളും ഇങ്ങോട്ട് വന്നിരുന്നു. അത് ഏറ്റവും പ്രധാനമായിട്ടും ഈ പറയുന്ന ഫരീദാബാദ് പുൽവാമ ടെറർ മൊഡ്യൂളിലെ ആ ഭീകര സംഘത്തിലെ കണ്ണികൾ തന്നെയായിരുന്നു. ഇവരുടെ പല ആയുധങ്ങൾ വെക്കാനായിട്ടും അതുപോലെ വെടിയുണ്ടകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടേക്ക് പലരും പല ദിവസങ്ങളിലായി കൊണ്ട് സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് വ്യക്തമാക്കുന്നത്. ഈ പോലീസ് വരും എന്നുള്ള വിവരം ഇവർക്ക് നേരത്തെ തന്നെ സൂചനയായി പലപ്പോഴും ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ കുറച്ച് ആളുകൾ വന്ന് ഇവിടെ ഉണ്ടായിരുന്ന ചില പേപ്പർ കട്ടിങ്ങുകൾ അതുപോലെ തന്നെ ചില രേഖകൾ അത് എടുത്തുകൊണ്ടുപോയി മുസമിലിൻ്റെ സുഹൃത്തുക്കൾ എന്നുള്ള കാര്യം പറയുന്നു. അതിൻ്റെ അടുത്ത ദിവസമാണ് ജമ്മു കശ്മീർ പോലീസ് ഇവിടേക്ക് എത്തി ഈ വലിയ തോതിൽ റെയ്ഡ് നടത്തുന്നത്. നമുക്ക് ഇവിടെ നിന്നും കുറച്ചുകൂടി മുകളിലേക്ക് ഇതിൻ്റെ ടെറസ് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എത്തരത്തിലുള്ള സ്ഥലത്തേക്കാണ് ഇവരെത്തിയത്, എങ്ങനെയുള്ളൊരു ഇടമാണ് ഇവർ കണ്ടെത്തി ചൂസ് ചെയ്തെടുത്തത് ഇത്തരത്തിൽ ഒളിഞ്ഞു താമസിക്കാനും അതുപോലെ തന്നെ ഈ IED അതുപോലെ RDX ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കാനും എന്ന് പറഞ്ഞത്. ഇത് ഫരീദാബാദ് സിറ്റിയിൽ നിന്നും കുറച്ച് അകത്തേക്ക് വരണം. ഒരു പാടശേഖരത്തിൻ്റെ നടുവിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഒരുപാട് പോലീസിൻ്റെ ഒന്നും കണ്ണിൽപ്പെടാത്ത, ഒരുപാട് പരിശോധനകൾ വരാത്ത തരത്തിലുള്ള ഒരു ഇടമാണെന്ന് പറയാൻ സാധിക്കും. പലപ്പോഴും ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരത്തില്ല. അതായത് കൃത്യമായിട്ടുള്ള സ്വകാര്യത ഈ സംഘത്തിന്, മുസമിലിൻ്റെ സുഹൃത്തുക്കളിലും ഇവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇത്തരത്തിൽ പല തവണകളിലായി പല സമയങ്ങളിലായി ഈ അമോണിയം നൈട്രേറ്റ് ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടെ ശേഖരിച്ച് വെക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളൊരു അവസ്ഥ കൂടിയാണ് ഇവിടേക്ക് എത്തിയ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും മുന്നത്തെ മുറിയിൽ തന്നെ, അതായത് ആളുകൾ എത്തി നോക്കിക്കഴിഞ്ഞാൽ എന്താണ് എന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ അമോണിയം നൈട്രേറ്റ് ശേഖരിച്ച് വെച്ചത്. എന്നിട്ടും കഴിഞ്ഞ കുറേ കാലമായി, കഴിഞ്ഞ 2 മാസക്കാലത്തിലധികമായി ഇതൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എല്ലാത്തിലേക്കും വഴിവെച്ചത് പലപ്പോഴും ഈ ജമ്മു കാശ്മീരിൽ നടന്നിട്ടുള്ള റെയ്ഡുകളും അവിടെ ആളുകളെ കസ്റ്റഡി എടുത്തതും തുടർന്നുണ്ടായിട്ടുള്ള ചോദ്യം ചെയ്യലിലും ഒക്കെയാണ്. എന്തായാലും പിന്നീട് ഫരീദാബാദിലേക്ക് കേസ് അന്വേഷണം എത്തുകയും ജമ്മു കാശ്മീർ പോലീസ് ഇവിടെ എത്തി ഇവിടെയുള്ള ആളുകളെ ചോദ്യം ചെയ്ത് ആദ്യം അൽഫല ആശുപത്രിയിലേക്ക് പോകുന്നു, അവിടെയുള്ളവരെ ചോദ്യം ചെയ്യുന്നു. ഒടുവിലായി ഇവിടേക്കും എത്തി ഇവിടെ ഉണ്ടായിരുന്ന വൻ ശേഖരം, അമോണിയം നൈട്രേറ്റിൻ്റെ വൻ ശേഖരം പിടികൂടി കൊണ്ടുപോകുന്നത്. 2600 കിലോ എന്ന് പറയുന്ന സമയത്ത് വലിയ തോതിൽ വമ്പൻ ആക്രമണങ്ങൾ, ഒരു സീരീസ് ഓഫ് സ്ഫോടന പരമ്പര തന്നെ സൃഷ്ടിക്കാൻ കഴിയുമായിരുന്ന അത്രയും രാസവസ്തുക്കൾ ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത്
വൻതോതിൽ നമ്മുടെ രാജ്യത്ത് ഭീകരാക്രമണങ്ങൾക്ക് പദ്ധതിയിട്ട സംഘത്തെയാണ് നമ്മുടെ സുരക്ഷാ സേന കൃത്യമായിട്ടുള്ള ഇടപെടലിലൂടെ പിടികൂടിയിരിക്കുന്നത്. അതിൽ തന്നെ ഈ ആയുധശേഖരങ്ങളും അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കളും പിടികൂടാൻ സാധിച്ചു. അതിലെ പ്രധാനപ്പെട്ട കണ്ണികൾ ഈ മുസമിലിനെയും അതുപോലെ തന്നെ മുസമിലിൻ്റെ സുഹൃത്തായിട്ടുള്ള വനിതാ ഡോക്ടർ ഷഹീനെയും കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചിരിക്കുന്നു. ഈ പള്ളിക്കകത്തെ ആളുകളെ അടക്കം കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിരിക്കുന്നു. ഒപ്പം ജമ്മു കാശ്മീരിൽ ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട്. അവിടെയും ആളുകളെ കസ്റ്റഡിയിലെടുക്കുന്നു. ഷോപ്പിയാനിലടക്കം ഈ അൽഫല സർവകലാശാലയിൽ അവിടെയും ഇന്ന് രാവിലെ ഞാൻ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഈ ഫരീദാബാദ് പോലീസിൻ്റെ സംഘങ്ങൾ, ഒരുപാട് സംഘങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറിപ്പോയി ആളുകളെ ചോദ്യം ചെയ്യുന്നതും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും വിദ്യാർത്ഥികളെ ഈ മുസമിൽ അവിടെ ജൂനിയർ ഡോക്ടറായിരുന്നു. അതുപോലെ തന്നെ മറ്റ് രണ്ടുപേർ ഷഹീനും അതുപോലെ ഉമർ ഗുലാം നബി, ഇവർ രണ്ടുപേരും അധ്യാപകരുമായിട്ടാണ് ഈ പറയുന്ന സർവകലാശാലയിൽ പ്രവർത്തിച്ചു വന്നിരുന്നത്. അവരുടെ എല്ലാം വിദ്യാർത്ഥികളെയും